അവരിത്രയും മനോഹരമായ വരികളൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു മുറിയിൽ തപസ്സിരുന്നായിരുന്നല്ലോ എഴുതിയത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും നമ്മുടെ എഴുത്തിന് അതൊരു വലിയ പ്രോത്സാഹനമാവും. ഞാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭൂതിയൊക്കെ ഫീൽ ചെയ്ത ഒരു ഏരിയയാണിത്. അപ്പോൾ ഈ മുറിയിലേക്ക് ഓരോ തവണ വരുമ്പോഴും ഈ മുറിയുമായി ബന്ധപ്പെട്ട അനുഭവം, ഫീലിംഗ് ഒക്കെ എങ്ങനെയാണ്? ഈ വീട് മൊത്തത്തിൽ എൻ്റേതെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ കൂടിയാണല്ലോ. സ്വാഭാവികമാണെങ്കിൽ പോലും ഈ ഇടം എൻ്റേത് എന്ന ഒരു സ്വകാര്യമായ ഒരിടമാണ്. വീട് റിനോവേറ്റ് ചെയ്ത സമയത്ത് 2013 ഞാനത് പ്രത്യേകമായി ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യിച്ച് ഒരു ഇടമാണ്. എനിക്ക് എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഇടത്ത് മാത്രം ഇരുന്ന് എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഗൾഫിലായിരുന്ന സമയത്ത് എൻ്റെ എഴുത്തുമുറിയിലിരുന്നാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇടവേളകളിലോ അല്ലെങ്കിൽ ഓഫീസ് ടൈമിന് ശേഷമോ എൻ്റെ സ്വന്തം ഓഫീസ് മുറി ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ എല്ലാ കരിയർത്തും അവസാനം പൂട്ടിയിറങ്ങുന്ന ആൾ പോലും ഞാനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പോയതിന് ശേഷം അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു. അങ്ങനെ എൻ്റേതെന്ന് തോന്നുന്ന ഒരിടത്ത് മാത്രം ഇരുന്നേ എനിക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ പല എഴുത്തുകാരും ഹോട്ടലിൽ റൂം എടുത്ത് എഴുതി, അല്ലെങ്കിൽ റിസോർട്ടിൽ പോയിരുന്ന് എഴുതി, അല്ലെങ്കിൽ പ്രസാധകർ നൽകുന്ന സൗകര്യത്തിൽ പോയിരുന്ന് എഴുതി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് പറ്റത്തേയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനത് സാധ്യമാക്കിയത് ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ 2 മാസം സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നപ്പോൾ അവർ നൽകിയ ഒരിടത്തിൽ, അവിടെയും വലിയ പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ മുറി നൽകുന്ന ഒരു കംഫർട്ട് എന്ന് പറയുന്നത്, നമ്മൾ എഴുതാനിരിക്കുമ്പോൾ നമ്മൾ നിസ്സഹായനായ ഒരാളാണ്. ഇനി എന്താണ് എഴുതേണ്ടതെന്നറിയില്ല, എന്ത് കഥാസന്ദർഭമാണ് സൃഷ്ടിക്കേണ്ടതെന്നറിയില്ല, കഥാപാത്രങ്ങൾ എങ്ങനെയാണെന്ന് ഇതെന്നറിയില്ല, ഇത് എഴുതി പൂർത്തിയാക്കുമെന്നറിയില്ല, അതിനനുയോജ്യമായ വരികൾ നമുക്ക് കിട്ടുമെന്നറിയില്ല. എല്ലാ നിസ്സഹായാവസ്ഥയിലും ഇരിക്കുമ്പോൾ നമ്മൾ വായിച്ചു തീർത്ത പുസ്തകങ്ങൾക്ക് നടുവിലാണ് എഴുതുന്നത്. എത്രയോ അധികം ആയിരക്കണക്കിന് എഴുത്തുകാർ അവരുടെ സർഗാത്മകത ഉപയോഗിച്ച് എഴുതി തീർത്ത പുസ്തകങ്ങളാണ്. അവർ അതിനുവേണ്ടി ഉപയോഗിച്ച നിമിഷങ്ങൾ ഓരോന്നും നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും അവരെടുത്ത അധ്വാനം ഓർക്കുകയും അവർ കടന്നുപോയ നിമിഷങ്ങൾ ഓർക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അവരിത്രയും മനോഹരമായ വരികളൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു മുറിയിൽ തപസ്സിരുന്നായിരുന്നല്ലോ എഴുതിയത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും നമ്മുടെ എഴുത്തിന് അതൊരു വലിയ പ്രോത്സാഹനമാവും. ഇപ്പോൾ ഒർഹാൻ പാമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം രാത്രികളിലാണ് എഴുതുന്നത്. ഇസ്താംബൂൾ പോലെ മില്യൺസ് ഓഫ് ആൾക്കാർ താമസിക്കുന്ന ഒരു പട്ടണത്തിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു എഴുത്തിനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു വാചകം കിട്ടാതെ, അല്ലെങ്കിൽ ഇനി എന്താണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പുരസ്കാരങ്ങൾക്ക് മുന്നിലൂടെ ഒന്ന് നടക്കുമ്പോൾ ഞാൻ ഇതുപോലെ ആലോചിച്ച് വ്യസനപ്പെട്ട് കഷ്ടപ്പെട്ട് എഴുതിയ പുസ്തകങ്ങൾ കിട്ടിയ പുരസ്കാരങ്ങളാണല്ലോ ഇത്. നിശ്ചയമായിട്ടും എനിക്കിനിയും അത് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ ഇത് എൻ്റെ പുസ്തകം ഇനി ആരെങ്കിലും വായിക്കുമോ, ഈ വരിയെ സംബന്ധിച്ച് നമുക്കൊരു ഒരു ഒരു സന്ദേഹം ഉണ്ടാകുന്നു. ഈ പുസ്തകത്തെ സംബന്ധിച്ച്, ഈ വിഷയത്തെ സംബന്ധിച്ച് സന്ദേഹം ഉണ്ടാകുമ്പോൾ ഇതുപോലെ സന്ദേഹമുണ്ടായ നിമിഷങ്ങളിലൂടെ എഴുതിയ പുസ്തകങ്ങൾക്കാണല്ലോ മനുഷ്യർ നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുകയും അല്ലെങ്കിൽ കത്തുകൾ എഴുതുകയും പുരസ്കാരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മുറി പകർന്നു നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെറുതെ കുറേ പുസ്തകങ്ങളല്ല, അതിന് വളരെയധികം ആത്മാവുണ്ട്, അതിനോട് സംസാരിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിന് ഓരോ നിമിഷവും പ്രചോദനം പകർന്നു നൽകുന്ന, ഊർജ്ജം പകർന്നു നൽകുന്ന ഔഷധങ്ങളാണ് എന്ന് നിശ്ചയമായിട്ടും പറയാൻ പറ്റും.